വിഷം തിന്ന് ജീവിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത വിഷമാണെന്ന ബോധ്യം ഇവർക്കുണ്ട് എന്നുള്ളതാണ്. ഇത് ഏത് ഗോത്രത്തിൽപ്പെട്ടവരാണ് എന്നും ഇത്തരം ആളുകൾ എവിടെ ജീവിക്കുന്നു എന്നും ഉള്ളൊരു ചിന്ത ഇപ്പോൾ നമുക്ക് വരാം. ഏതെങ്കിലും നാടിനെയും അവരുടെ വിശ്വാസങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള ആചാരമാണോ എന്ന് പോലും ചിന്തിക്കുന്നവരുണ്ടാകാം. വളരെ മുമ്പ് തന്നെ ഇതറിയാമായിരുന്നെങ്കിലും ഈ രീതിയെക്കുറിച്ച് കൃത്യമായി ഏറെ വ്യക്തതയോടെ ചർച്ച ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. ലക്ഷ്മി എൽ എന്ന വ്യക്തിയാണ് ഈ ജീവിത രീതിയെക്കുറിച്ച് പങ്കുവച്ചിരിക്കുന്നത്. അത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, മാറ്റത്തിൻ്റെ ലോകത്തെ നാറ്റമറിയാതെ ജീവിക്കുന്ന വിഷം തീനികളായി നമ്മൾ മാറിയിരിക്കുന്നുവെന്ന്. കലികാല ഭക്ഷണം എങ്ങോട്ടാണ് നാം എന്ന തലക്കെട്ട് നൽകിയിരിക്കുന്ന ആ കുറിപ്പ് ഇങ്ങനെയാണ്: പണ്ട് നാം ഈച്ച അരിക്കുന്ന മുന്തിരികൾ കഴിക്കുമായിരുന്നില്ല. പിന്നീടാണ് കാര്യം തലകീഴായി മറിഞ്ഞത്. ഈച്ച അരിക്കുന്നതാണ് കഴിക്കേണ്ടത്. കീടനാശിനി കാരണമാണ് ഈച്ച വരാതിരിക്കുന്നത്. പക്ഷേ ഉൽപാദകരുടെ ബുദ്ധി വെറുതെ ഇരിക്കുമോ? അവർ സാക്കറിൻ കലക്കിയ വെള്ളത്തിൽ മുന്തിരിക്കുലകൾ മുക്കി. പിന്നെ ഈച്ചകൾ സമൃദ്ധം. മുന്തിരിയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകാം. ക്യാബേജ് എന്ത് ചെയ്യും? തുടക്കം മുതൽ കീടനാശിനി തളിച്ച് ഓരോ ഇലയിലും ഈ മരുന്നുകൾ ഒട്ടിച്ചേർന്നാണ് ക്യാബേജ് ഉരുണ്ടു വരുന്നത്. ജനങ്ങൾ ചുവന്ന അരിക്കായി മുറവിളി കൂട്ടിയപ്പോൾ കച്ചവടക്കാർ റെഡ് ഓക്സൈഡ് കയറ്റിവിട്ടു. അരി കഴുകിയപ്പോൾ ചുവപ്പ് കയ്യിൽ പറ്റിയ ജനം തട്ടിപ്പ് തിരിച്ചറിഞ്ഞു. അങ്ങനെ അരി വ്യവസായികൾ കൂട്ടമായി ചിന്തിച്ച് വെള്ളത്തിൽ പോലും പടരാത്ത ചുവപ്പ് കൊണ്ടുവന്നു. ഇരട്ടി വിഷം അകത്തായാലും നമ്മൾ ഹാപ്പി. പ്രാദേശിക വിഭവങ്ങളായിരുന്നു ഒരിക്കൽ നമ്മുടെ കറികളൊക്കെ. മുരിങ്ങയില, ചേമ്പിൻ തണ്ട്, താള്, ചീര, കാച്ചിൽ, കപ്പ, തേങ്ങാ ചമ്മന്തി തുടങ്ങി പലതും രുചിയുള്ള കറിക്കൂട്ടുകളായിരുന്നു. പക്ഷേ ഇന്ന് ജനം കൂടി, ഭൂമി കൂടിയില്ല, കൃഷിസ്ഥലം കുറഞ്ഞു, പണലഭ്യത കൂടി, കുറെ തിന്നു തീർത്തേ മതിയാകൂ. ഇലയും പൂവും തിന്നാൻ ആരെയും കിട്ടുന്നില്ല. അങ്ങനെ ആഗോള രുചികൾ ഇവിടെയും നിലവിൽ വന്നു. ഇന്നിപ്പോൾ പാലായിലും എറണാകുളത്തും കോഴിക്കോടുമുള്ള കടകളിലെ ചിക്കൻ ഫ്രൈയുടെ കൂട്ടിൻ്റെ മണം ഒന്ന് തന്നെയാണ്. അമേരിക്കയിൽ തട്ടുകടയുണ്ടെങ്കിൽ അവിടെയും ഇതേ മണം തന്നെ. അങ്ങനെ രുചി ഒരു വ്യാപാര ചരക്കായി മാറി. നാം അതിൻ്റെ ഭാഗമായി. സാധാരണ ഗോതമ്പ് പൊടിയിൽ റൊട്ടി ഉണ്ടാക്കിയാൽ ആർക്കും വേണ്ട. വൻകിട കമ്പനികളുടെ ബ്രാൻഡുള്ള റൊട്ടിയാണ് നമുക്ക് പ്രിയം. കെമിക്കലിൻ്റെ ബലത്തിൽ അത് സ്പോഞ്ച് പോലിരിക്കും. മിനുസം കിട്ടാൻ ഗ്ലൈസിംഗ് ഏജന്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പെട്രോളിയം ജെല്ലിയുടെ വകഭേദങ്ങൾ വരെ ഉപയോഗിക്കാറുണ്ട് അത്രയും. നാടൻ റൊട്ടി 2-ാം ദിവസം പൂപ്പൽ പിടിക്കുന്നു. ലോകത്തിൻ്റെ ശരാശരി രുചിക്കടുത്ത് നമ്മെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് ആഗോള ആഹാര രസതന്ത്രം. നമ്മുടെ നാവിലെ ചില തിരഞ്ഞെടുത്ത രസമുകുളങ്ങളെ അവർ ആനന്ദസാഗരത്തിൽ ആറാടിക്കും. ബാക്കി രസമുകുളങ്ങളുടെ സാന്നിധ്യത്തെ അവ വിസ്മരിപ്പിച്ചു കളയും. അവരുടെ ടേസ്റ്റിനോട് ഭ്രാന്തമായ ഒരു ആവേശം ജനിപ്പിക്കും. ബാക്കി രസമുകുളങ്ങൾ നിരാശാമുകുളങ്ങളായി മാറുന്നിടത്ത് ആഹാര കുത്തകകൾ വിജയിക്കുന്നു. തട്ടുകടയിലെ രാമേട്ടൻ്റെ ചിക്കൻ ഫ്രൈക്ക് നിറം കുറവായിരിക്കും. രാമേട്ടൻ രാവിലെ കുളിച്ച് കുറിയും തൊട്ട് മാർക്കറ്റിൽ പോയി ചിക്കൻ വാങ്ങി കൂട്ടരച്ച് പുരട്ടി ഉണ്ടാക്കിയതാണ്. തൊട്ടടുത്ത ഫാസ്റ്റ് ഫുഡ് കടയിൽ നേപ്പാളി പയ്യൻ വിവിധ തരം പാത്രങ്ങളിൽ പൊടിച്ചും അരിഞ്ഞും വെച്ച കറിക്കൂട്ടുകൾ നുള്ളിയിടുന്നു. തിളച്ച എണ്ണയിലേക്ക് നനഞ്ഞ കൈ കുടയുന്നു. കുപ്പികളിൽ നിന്ന് എന്തൊക്കെയോ കുടഞ്ഞിടുന്നു. കാണാൻ എന്തൊരു ശൈലി! നേപ്പാളി വാരി തേച്ചത് നിറം കൂട്ടാനുള്ള ഉരുപ്പടികളാണ്. കുടലിലും ചോരയിലും വരെ ആ നിറം പിടിക്കുമത്രേ. ആ നേപ്പാളി പയ്യൻ കറിയിലേക്ക് എറിയുന്ന ഫ്ലേവർ എൻഹാൻസറുകളിൽ വിവിധ തരം വിഷങ്ങളുടെ ഒരു സമ്മേളനമാണ്. അങ്ങനെ പാവം നമ്മുടെ രാമേട്ടൻ്റെ കട പൂട്ടുന്നു. അടുക്കളയിൽ പണ്ട് കല്ലുപ്പ് സാധാരണമായിരുന്നു. ഉപ്പ് ചിരട്ടകളും മരവകളും ഉണ്ടായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക് കുട്ടകളിൽ പൊടിയുപ്പ് വന്നു. പക്ഷേ പ്രശ്നം മഴക്കാലത്ത് കട്ട പിടിക്കുന്നു. ഉടൻ വന്നു പരിഹാരം: കട്ട പിടിക്കാത്ത പുതിയ ബ്രാൻഡ് പൊടിയുപ്പ്. മഗ്നീഷ്യം കാർബണേറ്റ്, സിലിക്ക ഡയോക്സൈഡ് തുടങ്ങിയ കെമിക്കലുകൾ പാൽപ്പൊടിയിലും പഞ്ചസാരയിലും കാപ്പിപ്പൊടിയിലുമൊക്കെ ചേർക്കുന്നുണ്ട്. അവ അധികമായി ഉള്ളിൽ ചെന്നാൽ അസുഖങ്ങൾ പാഞ്ഞു വരും. അടുപ്പുകളുടെ രൂപമാറ്റം ആഹാരക്രമത്തെയും സ്വാധീനിച്ചു. വീടുകളിൽ പാചക ഗ്യാസ് വന്നതോടെ മീനോ പപ്പടമോ ഒന്നും ചുട്ട് തിന്നാനാകുന്നില്ല, പൊരിച്ച് കഴിക്കുകയാണ്. ചക്കക്കുരുവോ പറങ്കിയണ്ടിയോ പോലും ചുട്ട് തിന്നുന്ന ശീലം പാടെ ഇല്ലാതായി. അമേരിക്കയിൽ നിരോധിച്ച മൈദയുടെ കേരളത്തിലേക്കുള്ള വരവ് ഇവിടുത്തെ ഭക്ഷണത്തെ താളം തെറ്റിച്ചു. ഗോതമ്പിൻ്റെ ഗുണാത്മകമായ ആത്മാവിനെ മാറ്റിയാൽ കിട്ടുന്ന ചവറാണ് മൈദ. നമുക്കറിയാം, സിനിമാ പോസ്റ്റർ ഒട്ടിക്കാനും പൊറോട്ട ഉണ്ടാക്കാനും നാം ഇതിനെ ഉപയോഗിക്കുന്നു. കേരളത്തിലെ മിക്കവാറും ബേക്കറി ഉൽപ്പന്നങ്ങളും ചായക്കട പലഹാരങ്ങളും മൈദാമാവ് കൊണ്ടുണ്ടാക്കുന്നവയാണ്. എന്ത് പറഞ്ഞാലും എന്താ ടേസ്റ്റ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഗുരുതരാവസ്ഥയെ നാം ലളിതമാക്കുകയാണ്. കടയിലെ അച്ചാർ വാങ്ങുന്ന കുട്ടി ഇതുപോലെ ഒരു കുപ്പി അച്ചാർ ഉണ്ടാക്കാമോ എന്ന് അമ്മയെ വെല്ലുവിളിക്കുന്നു. അച്ചാർ കമ്പനിക്കാണ് അമ്മയേക്കാൾ ആത്മാർത്ഥത എന്ന് കുട്ടി ചിന്തിക്കുന്നു. അമ്മയുടെ അച്ചാറിൽ ബെൻസോയേറ്റ്, സോഡിയം നൈട്രേറ്റ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ രാസവസ്തുക്കളില്ല. കഷ്ടം. തിളപ്പിച്ചാറിയ പാൽ പണ്ടൊരു ദിവസത്തേക്കൊക്കെ കേടുകൂടാതിരിക്കും. ഇന്ന് ആണവ വികിരണം വഴി പാൽ ദിവസങ്ങളോളം കേടുവരാതിരിക്കും.
കേടാകാത്ത പഴങ്ങളും മത്സ്യമാംസാദികളും വന്നു കഴിഞ്ഞു. പുതിയ തലമുറ അതിനപ്പുറമുള്ളതിനെയും കാത്തിരിക്കുന്നു. അപ്പോഴാണൊരു പഴം പുരാണം. വിഷമില്ലാത്ത ആഹാരത്തിന് വേണ്ടി വാദിക്കുന്നവർക്ക് തല്ലു കിട്ടാതിരുന്നാൽ ഭാഗ്യം. ഇങ്ങനെ പോകുന്നു ലക്ഷ്മി എല്ലിൻ്റെ ഏറെ രസകരമായ കുറിപ്പ്. നോക്കണേ, സത്യം, പരമാർത്ഥം എന്നല്ലാതെ ഈ വിവരണത്തെ എന്തു വിളിക്കാൻ? മാറ്റത്തിൻ്റെ ലോകത്തെ നാറ്റമറിയാതെ ജീവിക്കുന്ന വിഷം തീനികളായി നാം മാറിക്കഴിഞ്ഞു.